പലതരം ചേരുവകൾ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നൈസ് പത്തിരി എങ്ങനെയാ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 1.5 കപ്പ് പൊടിയുടെ പത്തിരിയാണ് റെഡിയാക്കുന്നത്. ഏകദേശം ഒരു 35 പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടില് പത്തിരി ഉണ്ടാക്കുമ്പോന്ന് വെച്ചാൽ ഒത്തിരി ആളുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വാട്ടാൻ, ഒരാള് ഉണ്ട ഉണ്ടാക്കാൻ, ഒരാള് പത്തിരി പരത്താൻ, ഒരാള് പത്തിരിയുടെ പൊടി തട്ടാൻ, ഒരാള് പിന്നെ ചുടാൻ ഒരാള്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനെയൊന്നും നടക്കൂല കേട്ടോ. അപ്പൊ ഒറ്റക്ക് ഒരാള് പെട്ടെന്ന്, അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്കൊരു പത്തിരി, ഒരു 1.5 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 മണിക്കൂറും കൊണ്ട് നമുക്ക് പത്തിരി റെഡിയാക്കാം. എന്റെ വീട്ടിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന മാക്സിമം എളുപ്പത്തിലുള്ള വഴികളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പണ്ടൊക്കെ പത്തിരി ഞങ്ങളുടെ വീട്ടിൽ വാട്ടിക്കൊണ്ടിരുന്നത് പാളയിലാട്ടോ. പനയുടെ ഒക്കെ പാള വീണെടുക്കും. അതെടുത്തോണ്ടെന്ന് കഴുകി വൃത്തിയാക്കി അതിലേക്കാണ് ചൂടിന് തന്നെ പത്തിരിയുടെ പൊടി വാട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ കിട്ടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ അരിയുടെ ഒക്കെ ചാക്ക് ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള ഒരു ചാക്ക് അല്ലെങ്കിൽ കവറ് എടുത്തു വയ്ക്കുക. ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ടി പൊടി വാട്ടി കുഴച്ചെടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളത്തിന്റെ അളവ് ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിക്കുന്നതിനൊക്കെ ചിലപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം മതിയാവും. എന്നാൽ ചില പൊടിക്ക് 1.25 കപ്പ് വേണ്ടി വരും. എന്നാൽ ചിലത് നമ്മൾ വറുത്ത് പൊടിക്കുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ 1.5 കപ്പ്, ചിലപ്പോൾ 2 കപ്പ് വരെയൊക്കെ വേണ്ടി വരും. ഞാനിവിടെ 1.5 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വെള്ളം നന്നായിട്ട് തിളക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തിളച്ച ശേഷം 1 കപ്പ് വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള വെള്ളത്തിലേക്കാണ് ഞാൻ പൊടിയിട്ട് വാട്ടുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പൊടിക്ക് എത്ര കപ്പ് വെള്ളം വേണ്ടി വരുമെന്ന് കറക്റ്റ് ആയിട്ട് അറിയാവുന്നവര് അതനുസരിച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടാൽ മതി. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്ത് മാറ്റിയ ശേഷം പൊടിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് പൊടി ഇട്ട് കൊടുത്തത്. പൊടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ പൊടി വെള്ളമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം പോരായിക തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ എടുത്തു വെച്ച തിളച്ച വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. എനിക്കിപ്പോ ഇവിടെ വെള്ളം കുറവുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് മിക്സ് ചെയ്തേ ഉള്ളൂ. വാട്ടുന്ന സമയത്ത് വെള്ളം കുറച്ച് കുറഞ്ഞിരുന്നാലും നമുക്ക് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് ശരിയാക്കിയാൽ മതി. വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി നന്നാവില്ല. ഞാൻ 3 കപ്പ് വെള്ളം തിളപ്പിച്ചാൽ ഇപ്പൊ 1/4 കപ്പോളം വെള്ളം ബാക്കി വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി കംപ്ലീറ്റ് വെള്ളം പൊടിയിലേക്ക് വേണ്ടി വന്നു. അപ്പൊ ഓരോ പൊടിയുടെയും വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. ഇനി ചൂടിന് തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ചാക്കിലേക്ക് പൊടിയിട്ട് കൊടുത്ത് ഇതേ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം ഒരു കുറച്ച് സമയം ചൂട് ഇതൊന്ന് കുറഞ്ഞ് നമുക്ക് കൈകൊണ്ട് പിടിക്കാറാവുന്നത് വരെ ചാക്ക് ഉപയോഗിച്ച് അതേ രീതിയിൽ കുഴക്കാം. നമുക്ക് കൈ തൊടാറായി കഴിഞ്ഞ ശേഷം കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. നമ്മൾ പൊടി വാട്ടിയ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാത്രത്തിലെ പൊടിയൊക്കെ ഒന്ന് ഇളകി കിട്ടും. അതുപോലെ തന്നെ അതിൽ കൈ മുക്കിയിട്ട് നമുക്ക് പൊടി കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ പൊടി നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പ്രസ്സിലൊക്കെ പരത്തിയെടുക്കുമ്പോൾ ഒട്ടി പിടിക്കാതെ ഇരിക്കാനൊക്കെ ഇത് സഹായിക്കും. പത്തിരിയുടെ കുഴ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം കംപ്ലീറ്റ് കുഴച്ചാൽ മതി. ഇനി ഇത് ചെറിയ ബൗൾസ് ആക്കി എടുക്കണം. അപ്പൊ ഇതേപോലെ ചുരുട്ടി ഇങ്ങനെ നീട്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൗൾസ് ആക്കാൻ ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, ഏത് രീതിയിലാണ് ബൗൾസ് ആക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതേ രീതിയിൽ ആക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കണം കേട്ടോ. നമ്മുടെ ചാനലിലേക്ക് ഇപ്പൊ ഒത്തിരി കൂട്ടുകാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒത്തിരി പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. ലൈക്ക് തീരെ കുറവാണ് നമ്മുടെ വീഡിയോസിന്. ലൈക്കൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിക്കാണ് ഞാൻ ഈ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പരത്തി ഇങ്ങനെ ബോൾസ് ആക്കണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് ബോൾസ് ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ പത്തിരിയുടെ പരുത്തലും പൊടി തട്ടലും കൂടി ഒരുമിച്ചാട്ടോ നടത്തണേ. പണ്ടൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്സിൽ പരുത്തി ഡയറക്റ്റ് പൊടിയിലേക്ക് അങ്ങിടും. പൊടിയിന്ന് പിന്നെ പൊടി തട്ടി എടുക്കണം. അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ, ഒരാൾ ഒറ്റക്കൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിടുക, അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. 1 കപ്പോളം പൊടിയുണ്ട്, അത് നന്നായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പൊടി നമുക്ക് അയക്കാവുന്നില്ല കേട്ടോ. നമുക്ക് പിന്നീട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ പൊടി യൂസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഈ പൊടി പോകുന്നില്ല. ഇതിന്റെ മുകളിലേക്ക് ഓയിലിന്റെ ഒരു ക്ലോത്ത് എന്തെങ്കിലും ഇടാം.
ഇതുപോലെ തട്ടണ സമയത്ത് പൊടി പുറത്ത് വരണം. അങ്ങനത്തെ ക്ലോത്ത് ആയിരിക്കണം കേട്ടോ. സ്ട്രെയിൻ ആവുന്ന ഒരു ക്ലോത്ത് ആയിരിക്കണം. കണ്ടോ പൊടി പുറത്തേക്ക് വന്നേക്കുന്നുണ്ടോ? ഇതേ രീതിയിൽ പൊടി പുറത്തേക്ക് വരുന്ന ഒരു ക്ലോത്ത് ആയിരിക്കണം ഇടുന്നത്. ഇനി നമുക്ക് പത്തിരി പരത്തിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പ്രസ് വേണം കേട്ടോ. പ്രസ്സിൽ ജസ്റ്റ് ആദ്യത്തെ ഒരു പ്രാവശ്യം ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. അതിനുശേഷം ബോൾസ് വെച്ചെടുത്ത് ഇതേപോലെ അമർത്തി പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പൊ പ്രസ്സിന്റെ വ്യത്യാസം അനുസരിച്ച് നമ്മള് പ്രസ് പരത്താൻ ഉപയോഗിക്കുന്ന ബലത്തിൽ വ്യത്യാസം വരുത്തണം. ആദ്യം വീട്ടിലുണ്ടായിരുന്ന പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് തൊട്ടുകൊടുത്താൽ മതിയായിരുന്നു, നന്നായിട്ട് പരന്ന് ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഈ ഒരു പ്രസ് പുതിയ പ്രസ് കുറച്ചാളായിട്ടുള്ള വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് എത്ര അമർത്തിയാലും പരക്കില്ല. അപ്പൊ നല്ല പ്രസ്സൊക്കെ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല പത്തിരി നമുക്ക് കിട്ടും. പരമാവധി കനം കുറച്ച് പത്തിരി പരത്തിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പത്തിരിക്ക് ബലം വരും. ഇനി ഇത് നമ്മൾ പൊടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക. ഇതുപോലെ ഓരോന്നും പരുത്തി ക്ലോത്ത് നിറയുന്നത് വരെ ഇട്ടുകൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ ആ ക്ലോത്തിൽ കൊള്ളുന്ന ഒരു ട്രിപ്പ് കംപ്ലീറ്റ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ പൊടി തട്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ പത്തിരിയിൽ നന്നായിട്ട് പൊടി പിടിക്കണം. ഒരു ലെയർ കംപ്ലീറ്റ് കോട്ടിങ് വരണം, അല്ലെങ്കിൽ പത്തിരി ഒട്ടി പിടിക്കും. പശയുള്ള പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട പൊടിയുടെ ഒരു കോട്ടിങ് നന്നായിട്ട് വരുത്തുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതേ രീതിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ. പൊടി തട്ടിയ പത്തിരി അടുക്കാനുള്ള ഭംഗിയുള്ള ഒരു രീതിയാണിത്. എത്ര പത്തിരി വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ അടുക്കാൻ പറ്റും, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ. പൊടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചട്ടി പെട്ടെന്ന് കരിയും കേട്ടോ. പൊടി ചട്ടിയിൽ പിടിച്ചിട്ട് ചട്ടി പെട്ടെന്ന് കരിയും. അപ്പൊ നമ്മുടെ പത്തിരിയും കരിഞ്ഞു പോവും. അപ്പൊ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ പാകത്തിന് പൊടി തട്ടിയെടുക്കാം. അപ്പൊ ഒരു ബാച്ച് കംപ്ലീറ്റ് ഞാനിവിടെ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബോൾസും കൂടി പരുത്തി പൊടി തട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പരുത്തൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലോത്ത് പൊടിയിൽ നിന്ന് കുടഞ്ഞെടുക്കാം. ഇതേപോലെ ഒരു ചാക്കും ക്ലോത്തൊക്കെ പത്തിരി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകമായിട്ട് വച്ചേക്കണേ കേട്ടോ. ഇനി ബാക്കി വന്ന പൊടി നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെച്ചാൽ മതി. ഇനി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ അരിപ്പൊടിയുടെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് എടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് പത്തിരി ചുടലാണ്. ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം പത്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ നടുക്കിടുന്നില്ല, സൈഡുകളിൽ കംപ്ലീറ്റ് പത്തിരി ആദ്യം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ചട്ടിയിൽ എത്ര പത്തിരി കൊള്ളോ അത്രയും പത്തിരി സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നടുക്കിലേക്ക് ഇപ്പം ഇട്ട് കൊടുക്കണ്ട. ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കാം കേട്ടോ. നല്ല ചൂടിനെ തന്നെ വെക്കാം. പത്തിരി ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ. അപ്പൊ ഒന്ന് കൈകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം, മറിച്ചിടണ്ട. ജസ്റ്റ് പത്തിരി ഒന്ന് അനക്കി കൊടുത്താൽ മതി. പോളക്കാറാവുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് ഇതേ രീതിയിൽ വന്നു തുടങ്ങുന്ന സമയത്ത് നടുക്കിലേക്ക് മറിച്ചിട്ട് നീക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ പൊങ്ങി പോന്നോളും. ഇതേ രീതിയിൽ നിങ്ങൾ പത്തിരി ചുടാന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്തിരി നന്നായിട്ട് പോളക്കുകയും ചെയ്യും. പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ. പത്തിരി ചുടാന്നുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഇത്രയും പത്തിരി ചുടാനായിട്ട്. 10-35 പത്തിരി ഉണ്ടായിരുന്നു. പത്തിരി പരുത്തി കഴിഞ്ഞ് ചട്ടിയിൽ ഇതുപോലെ ചുട്ടെടുക്കുന്ന കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ പത്തിരി സൈഡുകളിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഒന്ന് അനക്കി കൊടുക്കുക. അതിനുശേഷം ബബിൾസ് വന്ന് പൊങ്ങാറാവണ സമയത്ത് നടുക്കിലേക്ക് മറിച്ചിട്ട് നീക്കി കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ പൊങ്ങി വന്നോളൂ കേട്ടോ. പൊങ്ങി വരുന്ന സമയത്ത് കയ്യിലുപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ കംപ്ലീറ്റ് പത്തിരി നമുക്ക് ചുട്ടെടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഒന്നരാടം വെച്ചൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പറ്റാണ്ട് വരുമ്പോഴാണ് ഇടാണ്ടിരിക്കുന്നത്. പത്തിരി ഒന്ന് ചൂടാറിയ ശേഷം അടുക്കി വെക്കാവുള്ളൂ കേട്ടോ. ചൂടിനെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേടായി പോവും. അതുകൊണ്ട് പത്തിരി നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇതേ രീതിയിൽ അടുക്കി 10 വെച്ച് അടുക്കി വെക്കുക. അതാണ് പത്തിരിയുടെ ഒരു രീതി സെറ്റ് ചെയ്യണ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് രാത്രി ആട്ടോ. ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് കറി ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ കറി ഉണ്ടാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചേക്കണേ. രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ട് ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഒക്കെ എടുക്കാനായിട്ട് നമുക്കൊന്നും ചെയ്യണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ഫ്രിഡ്ജിലൊക്കെ വെക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവി കയറ്റിയാൽ മതി. പിന്നെ ഇത് കഴിക്കണ സമയത്ത് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ ഇച്ചിരി ചെറിയ ചൂടുവെള്ളത്തിലോ ഒന്ന് മുക്കിയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ താങ്ക് യു.